നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രാമർ പഠിക്കാൻ പോവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഇതൊക്കെ പരമ്പരാഗതമായിട്ട് കുഞ്ഞു ക്ലാസ്സിലെ മുതലേ കുറേശ്ശെ ആയിട്ട് പഠിച്ച് ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. 5ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കിൽ എഡിറ്റിംഗ് പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കത് പ്രോപ്പറായിട്ട് അറിയില്ല. എഡിറ്റിംഗ് ഒക്കെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഗ്രാമർ ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ എക്സാം ബേസ്ഡ് ആയിട്ട് മാത്രം ഒരു ഡിസ്കഷനാണ് നടത്തുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും 1-2 എണ്ണമൊക്കെ നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനോ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനോ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ ഗ്രാമർ ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ട് ചോദിക്കുന്ന എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ശീലമാകും. അത് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തിൽ എവിടെ എറർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വെൻ ഐ വാസ് ഇൻ ചെന്നൈ ലാസ്റ്റ് ഇയർ, ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം ആ പാരഗ്രാഫിന്റെ ടെൻസ് എന്താണെന്നുള്ളത്. വെൻ ഐ വാസ് ഇൻ ചെന്നൈ ലാസ്റ്റ് ഇയർ, ഈ പാരഗ്രാഫ് തുടങ്ങിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. വെൻ ഐ വാസ് ഇൻ ചെന്നൈ ലാസ്റ്റ് ഇയർ ഐ മീറ്റ് എ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ പ്ലേയിങ് അറ്റ് ദ സീഷോർ. പാരഗ്രാഫ് പാസ്റ്റിൽ തുടങ്ങി, ഇവിടെ വന്നപ്പോൾ അത് പ്രസന്റ് ആയി. ഈ മീറ്റ് എന്നുള്ളത് പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് കുറേ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയേക്കും. വെർബിന്റെ പ്രസന്റും പാസ്റ്റും അറിയാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ആസ് എ ടീച്ചർ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെൻ ഐ വാസ് ഇൻ ചെന്നൈ ലാസ്റ്റ് ഇയർ ഐ മീറ്റ് എ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ. ഐ മീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താ? മെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ വരേണ്ടത് എന്താ? മെറ്റാണ്. മെറ്റ് എ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ സീഷോർ. അടുത്തത് കോമൺ ആയിട്ട് ചോദിക്കുന്ന എററാ, എത്ര അറിയാത്തവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. വൺ ഓഫ് ദ ബോയ്, ആൺകുട്ടിയിൽ ഒരാൾ നമ്മൾ ഒരിക്കലും പറയത്തില്ല, വൺ ഓഫ് ദ ബോയ്സ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ എറർ ബോയ്സ് എന്നാക്കണം. അപ്പൊ കവികളിൽ ഒരാൾ എന്നെങ്ങനെ പറയും? വൺ ഓഫ് ദ പോയറ്റ്സ്. പുരുഷന്മാരിൽ ഒരാൾ എന്ന് എങ്ങനെ പറയും? വൺ ഓഫ് ദ മാൻസ് അല്ല, വൺ ഓഫ് ദ മെൻസ് അല്ല, വൺ ഓഫ് ദ മെൻ. മാൻ, മെൻ. സ്ത്രീകളിൽ ഒരാൾ എങ്ങനെ പറയും? വൺ ഓഫ് ദ വിമെൻ. കുട്ടികളിൽ ഒരാളെന്ന് എങ്ങനെ പറയും? വൺ ഓഫ് ദ ചിൽഡ്രൻ. വൺ ഓഫ് ദ ചിൽഡ്രൻ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ആ വൺ ഓഫ് ദ ഈ ഭാഗത്താണ് എറർ. ഇതിൽ മറ്റൊരു എറർ ചോദിക്കാം. ഈ ചോദ്യത്തിൽ അതില്ല. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആണോ? വൺ ഓഫ് ദ ബോയ്സ് ആറാണോ? വൺ ഓഫ് ദ ബോയ്സ് ഈസ്. കാരണം വൺ എന്നാണ് ഇവിടുത്തെ സബ്ജക്ട്. ആൺകുട്ടികളിൽ ഒരാൾ. വൺ ഓഫ് ദ ബോയ്സ് ഹാസ് ആണോ? വൺ ഓഫ് ദ ബോയ്സ് ഹാവ് ആണോ? വൺ ഓഫ് ദ ബോയ്സ് ഹാസ്. വൺ ഓഫ് ദ ബോയ്സ് കം ആണോ? വൺ ഓഫ് ദ ബോയ്സ് കംസ് ആണോ? വൺ ഓഫ് ദ ബോയ്സ് കംസ്. എസ് ഫോം, സിംഗുലർ. Didn't know swimming, but his friends dragged him to their midst and he too joined them final. He too joined them final. Something wrong with this word. He too joined them finally. Common ആയിട്ട് ചോദിക്കുന്ന ഒരു എറർ ആണ് ഫൈനലി. They were playing at the beach. നമ്മൾ ഈ വേറൊക്കെ ആറും ബോസും ഒക്കെ ആക്കി വെക്കും. അതൊന്നും അല്ല അവിടുത്തെ എറർ. They were playing at the beach which a lot of tourists. ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, വിച്ച് അല്ല, വേറാണ്. എറർ ഇൻ ദ യൂസ് ഓഫ് കൺജങ്ഷൻ. വേർ എ ലോട്ട് ഓഫ് ടൂറിസ്റ്റ് അസംബിൾ ടു വാച്ച് ദ സൺസെറ്റ്. ടൂവിന് ശേഷം ഒന്നും ഒരിക്കലും വെർബിന്റെ പാസ്റ്റ് വരത്തില്ല. വാച്ച്ഡ് എന്നൊന്നും ആക്കി വെക്കരുത്. വാച്ച് തന്നെയാണ്, അവിടെ എറർ ഇല്ല. ടൂവിന് ശേഷം വെർബിന്റെ പാസ്റ്റ് വരില്ല. അതേപോലെ മോഡൽ ഓക്സിലറി ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ് അങ്ങനെയുള്ള ഓക്സിലറി വെർബിനൊന്നും ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരത്തില്ല. ക്യാൻ കെയിം എന്ന് പറയത്തില്ല, ക്യാൻ കം. ക്യാൻ റോട്ട് എന്ന് പറയത്തില്ല, ക്യാൻ റൈറ്റ്. ക്യാൻ വർക്ക്ഡ് എന്ന് പറയത്തില്ല, ക്യാൻ വർക്ക്. ഇങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഓർത്തിരിക്കുക. സഡൻലി ദ ബോയ് ഹൂ ഡിഡിൻ നോ സ്വിമ്മിങ്. നമ്മൾ ഇവിടെ ഒക്കെ തെറ്റുണ്ടെന്ന് വിചാരിക്കും, ഒരു തെറ്റുമില്ല. ദ ബോയ് ഹൂ ഡിഡിൻ നോ സ്വിമ്മിങ് ടുക്ക് അവേ ബൈ എ ഹ്യൂജ് വേ. ഇവിടെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള എറർ ഉള്ളത്. ഇത് പാസീവ് വോയിസാണ് വരേണ്ടത്. ബോയ് ഹ്യൂജ് വേവിനെ എടുത്തുകൊണ്ട് പോവല്ലോ, ഹ്യൂജ് വേവ് ബോയിയെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആണ് ശരിക്കും സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏത് തരം സെന്റൻസുകളിലാണ്? പാസീവ് വോയിസിലാണ്. പാസീവ് വോയിസ് നമ്മൾ പഠിച്ചു, പക്ഷെ അത് ഇത്തരത്തിൽ എറർ കറക്ഷനിൽ ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. സോ ദ ബോയ് ഹൂ ഡിഡിൻ നോ സ്വിമ്മിങ് ടുക്ക് അവേ അല്ല, വാസ് taken away. Was taken away by a huge wave. Fortunately the coast guards on the beach can save him. ഇത്രയും നേരം പാസ്റ്റ് ടെൻസ് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ could. ഇനി ക്യാൻ സേവ് എന്നുള്ള വെർബിന് പകരം ഫോർച്യുനേറ്റ്ലി ദ ഗാർഡ്സ് ഓൺ ദ ബീച്ച് സേവ് ഹിം എന്ന് വന്നാൽ എന്താ ഇവിടുത്തെ കുഴപ്പം? സേവ്ഡ് ഹിം എന്നാക്കുക. ഇവിടെ ക്യാൻ സേവ് വന്നുകൊണ്ട് കുഡ് സേവ് വന്നു. സേവ് എന്നായിരുന്നെങ്കിൽ അല്ലെ സേവ്സ് എന്നായിരുന്നെങ്കിൽ സേവ്ഡ് എന്നാക്കുക. അത്ര ശ്രദ്ധിക്കുക. ഇതിനകത്തിൽ തന്നെ അപ്പോൾ നമുക്ക് ഒരു കോമൺ എറർ കിട്ടി. വൺ ഓഫ് ദ ബോയ് അല്ല, വൺ ഓഫ് ദ ബോയ്സ്. അതേപോലെ എറർ ഇൻ ദ യൂസ് ഓഫ് കൺജങ്ഷൻ വിച്ച് അല്ല ഇവിടെ വരേണ്ടിയിരുന്നത് വേറാണ്.
പാസീവ് വോയിസിൻ്റെ എറർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു എററാണ്. ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ട് പ്രസൻറ്റും ഒരു പാർട്ട് പാസ്റ്റും തന്നാൽ രണ്ടും പാസ്റ്റ് ആക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു എററാണ്. അതേപോലെ ഇത്തരത്തിൽ വരുന്ന അഡ്വേർബ്സിൽ തെറ്റ് വരുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഫൈനൽ അല്ല, ഫൈനലി. ഇത് ഇത്രയും കോമൺ ആയിട്ട് ചോദിക്കുന്ന എറേഴ്സാണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് 1, 2, 3 വട്ടം ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യത്തിൽ എറർ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ വളരെ സിമ്പിളായിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു എറർ ഉണ്ട്. വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരും. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു എററാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന എറേഴ്സാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ കുറേ കൂടെ എറർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, കുറച്ചുകൂടെ സെൻറ്റൻസസ് നോക്കുക. ഹി ഹാസ് റെഡ് ദ ബുക്ക് ഫോർ ദ ലാസ്റ്റ് 5 years. ഇവിടുത്തെ ക്ലൂ ഫോർ ദ ലാസ്റ്റ് 5 years ആണ്. ഇപ്പോൾ 5 years ആയിട്ട് എത്ര വർഷമായി? 2017 തൊട്ട് 2022. ഒന്നുകിൽ 4-5 years എന്നോ അല്ലെ സിൻസ് 2017 എന്നോ തരാം. അപ്പോൾ ഒരു കാലയളവ് തന്നിട്ട് ഒരു ആക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ എറർ ടെൻസ് ആണ്. ഹാസ് റെഡ് അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. അതും കുറേ കാലമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഫോം ഹാസ് ബീൻ റീഡിങ് എന്നാണ്. ഹാസ് റെഡ് അല്ല വരേണ്ടത്, ഹാസ് ബീൻ റീഡിങ്. ഹാസ് ബീൻ റീഡിങ്. ഹി ഹാസ് ബീൻ റീഡിങ് ദ ബുക്ക് ഫോർ ദ ലാസ്റ്റ് 5 years, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ റീഡിങ് ദ ബുക്ക് സിൻസ് 2017. സിൻസ് കണ്ടാൽ ഉടനെ ഏതാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ഒരു കാലയളവ് തന്നിട്ട് ഒരു ആക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ തന്നാൽ ഹി ഹാസ് ബീൻ ഡൂയിങ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ ദ പാസ്റ്റ് 15 years. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ നിർത്തിയിട്ടില്ല. ഗോട്ട് ഇറ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 30 rupees ആർ നോട്ട് മച്ച് ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇവൻ ദാറ്റ്. ശ്രദ്ധിച്ച് നോക്കുക. 30 rupees ആർ നോട്ട് മച്ച് ഇനഫ്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവിടെ എന്തോ കോൺകോഡ് എറർ ഉണ്ടെന്ന്. 30 rupees, 5 kilograms, 10 kilometers, 2 weeks, ഇങ്ങനെയുള്ളതൊക്കെ സിംഗുലറാണ്. സോ 30 rupees ഈസ് നോട്ട് മച്ച് ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇവൻ ദാറ്റ്. ബട്ട് ഐ ഡോണ്ട് ഈവൻ ഗെറ്റ് ദാറ്റ്. എറർ ഇൻ ദ യൂസ് ഓഫ് വേർഡ് ഓർഡർ. വേർഡ് ഓർഡറിലെ മിസ്റ്റേക്കാണ്. ഐ ഡോണ്ട് ഇവൻ ഗെറ്റ് ദാറ്റ്. ഇതൊക്കെ ലാംഗ്വേജിൽ ഒരു ചെറിയ ഹോൾഡെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന എറേഴ്സാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു എറർ കറക്ഷൻ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു എറർ അല്ല. ബട്ട് കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. ഈച്ച് സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്. ഈച്ച് എന്നുള്ള വേർഡ്, ഈച്ച്, എവറി, വൺ, എവ്രിവൺ, എവ്രിബഡി, എനിവൺ, എനിബഡി, സംവൺ, സംബഡി, നോവൺ, നോബഡി, ഇതൊക്കെ സിംഗുലർ ആണ്. ഇതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഈ ആൻഡ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഹാസ് ആണ്. അതേപോലെ ആൻഡ് ചേർത്ത് വരുന്ന വേർഡ്സ് ദ ബോയ് ആൻഡ് ദ ഗേൾ പ്ലൂറലാണ്. പക്ഷേ എന്നാൽ ചില കേസിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ, കിത്ത് ആൻഡ് കിൻ, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, സ്ലോ ആൻഡ് സ്റ്റഡി. സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് കണ്ട പ്ലൂറൽ ആണെന്ന് വിചാരിക്കരുത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. വിൻ ദ റേസ് അല്ല, സിംഗുലർ വെർബ്. വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ടീച്ച് യു അല്ല, ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ടീച്ചസ് യു. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ആറല്ല. അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. അതർ ദാൻ ദാറ്റ് ആൻഡ് ചേർന്ന് വരുന്ന കേസസ് ഒക്കെ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബ് സിംഗുലർ ആയിരിക്കണം. ഹി കം അല്ല, ഹി കംസ്. മനു കം അല്ല, മനു കംസ്. ദേ ഗോ, ദേ ഗോ, ദേ ഗോസ് അല്ല, ദേ ഗോ. സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. ഹി സിംഗുലർ, കംസ് സിംഗുലർ. ഹി സിംഗുലർ, ഹാസ് സിംഗുലർ. ഹി സിംഗുലർ, ഈസ് സിംഗുലർ. ഹി ഈസ്, ഹി ഹാസ്, ഹി ഗോസ്, ഹി കംസ്, ഹി റൈറ്റ്സ്. ദേ ഗോ, ദേ പ്ലേ, ദേ റൈറ്റ്, ദേ ആർ, ദേ ഹാവ്. ആ വ്യത്യാസം ശ്രദ്ധിക്കുക. അത് പ്രസന്റ് ടെൻസിലാണ്. ടെൻസ് എറർ ആണെങ്കിൽ ഈ പറഞ്ഞ കോൺകോഡ് വരത്തില്ല. ഇത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നുള്ള എററിന്റെ കേസിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത് ഈ ഒരു കാര്യം ബാധകമല്ലെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ആർ യു കം ടു വിസിറ്റ് മീ അറ്റ് ക്രിസ്മസ്, എറർ ഇൻ ദ യൂസ് ഓഫ് ടെൻസ് ആണ്. ആർ യു കമ്മിങ്, ആർ യു കം എന്ന് ഒരിക്കലും പറയത്തില്ല. ആർ യു കമ്മിങ്, അത് ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടെൻസ് ആണ്. ദീസ് ട്രീസ് ഈസ് ഗ്രീൻ. ദീസ് കണ്ടാലേ ഓർക്കുക ഇവിടെ ട്രീസ് എന്ന് വരണം, അതൊരു എറർ. ഇവിടെ ആർ വരണം. ദീസ് ട്രീസ് ആർ ഗ്രീൻ. ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഓർക്കുക. അപ്പം ഇവിടെ ഒരു പ്ലൂറൽ വന്നപ്പോൾ അതിനോട് അസോസിയേറ്റ് കിടക്കുന്ന വേർഡും പ്ലൂറൽ ആയിരിക്കണം, വെർബും പ്ലൂറൽ ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക. ഐ ഹാവ് സീൻ സെവറൽ ബോയ്സ്, ഒരു തെറ്റുമില്ല ഇതിനകത്തിൽ. ഐ ഹാവ് സീൻ സെവറൽ ബോയ്സ് വെൻ ഐ വാസ് അറ്റ് ദ ഹോസ്റ്റൽ. ഇവിടെ പാസ്റ്റ് ടെൻസ്. ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ബോയ്സിനെ കണ്ടിട്ടുണ്ട്. ഒന്ന് പാസ്റ്റ്. ഹാവ് സീൻ കാണുമ്പോഴേ ഓർത്തോണം ഇത് പ്രസന്റ് ആണ്, കാരണം ഹാവ് എന്നുള്ളത് പ്രസന്റ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് വരാവുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാവിനെ കൊണ്ട് ഹാർഡാക്കി വെക്കും. അല്ല, അതല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. ഹാവ് സീൻ എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമുക്കിവിടെ വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്.
അപ്പൊ ഹാവ് സീൻ കണ്ട ഉടനെ ഹാഡ് സീൻ എന്ന് എഴുതി വെക്കരുത്. ഈ വെർബിനെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടുന്ന് സീൻ എന്നുള്ള വെർബ് ഏതിന്റെ ഫോമാ? സിയുടെ ഫോമാ. എന്നിട്ട് അതിന്റെ V2 ഫോം അവിടെ എഴുതി വെക്കുക. സോ ഇനി ഇവിടെ റിട്ടൺ എന്നായിരുന്നു വന്നതെങ്കിൽ, അല്ല സോറി, ഇവിടെ പ്ലേഡ് എന്നായിരുന്നു വന്നതെങ്കിൽ ഹാവ് പ്ലേഡ് നമ്മൾ പ്ലേ എടുക്കും, അതിന്റെ V2 ഫോം പ്ലേഡ് ഇവിടെ എഴുതി വെക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഹാവ് വെട്ടിക്കളയുവാണ്, അല്ലെ ഹാവ് മാറ്റുവാണെന്ന്. അല്ല, ഇവിടെ ഹാവ് വന്നിട്ട് അതിനുശേഷം V3 ഫോം ആ സാധാരണ വരിക. ഇങ്ങനെയുള്ള സെന്റൻസുകളിൽ, പാസ്റ്റ് ടെൻസ് മിക്സ് ചെയ്ത് വരുന്ന സെന്റൻസുകളിൽ ഈ പ്രസന്റ് പെർഫെക്റ്റിനെ മാറ്റി പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് പാസ്റ്റിൽ ഒരു കാര്യം പറയാം, പാസ്റ്റ് പെർഫെക്റ്റ് വേണ്ടല്ലോ, സിമ്പിൾ പാസ്റ്റ് മതി. അപ്പോൾ ഐ സോ സെവറൽ ബോയ്സ്, വെർബിന്റെ പാസ്റ്റ് ആക്കുക. ചില കേസിൽ വെർബിന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെയിം ആയതുകൊണ്ട് ഇവിടെ കിടക്കുന്ന അതേ വേർഡ് തന്നെ ആയിരിക്കും ഇവിടെ എഴുതുക. പക്ഷെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ വേർഡിന്റെ സെക്കൻഡ് ഫോമാണ് ഇവിടെ എഴുതാനായിട്ട്. അത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു എററാണിത്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മൈ ഫ്രണ്ട്സ് വാണ്ട്സ് ടു മീറ്റ് യു. വെരി സിമ്പിൾ. ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ, വാണ്ട്സ് എന്നുള്ളത് സിംഗുലർ. അപ്പൊ എസ് മാറ്റുക, മൈ ഫ്രണ്ട്സ് വാണ്ട് ടു മീറ്റ് യു എന്നാണ് ഇവിടെ വരേണ്ടത്. ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് യു ഡിസൈഡഡ്. ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് യു ഡിസൈഡ്. അതൊരു പ്രയോഗമാണ്, യൂസേജ് ആണ്, ശ്രദ്ധിക്കുക. മെനി ഫിലിംസ് സ്ക്രീൻഡ് ഇൻ ദ ഫിലിം ഫെസ്റ്റിവൽ ലാസ്റ്റ് വീക്ക്. മെനി ഫിലിമിന് സ്വയം സ്ക്രീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മെനി ഫിലിംസ് വെയർ സ്ക്രീൻഡ്. പാസ്റ്റ് ടെൻസ് ലാസ്റ്റ് വീക്കാ, വെയർ സ്ക്രീൻഡ്. മെനി ഫിലിംസ് വെയർ സ്ക്രീൻഡ് ഇൻ ദ ഫിലിം ഫെസ്റ്റിവൽ ലാസ്റ്റ് വീക്ക്. ഇത് എറർ ഇൻ ദ യൂസ് ഓഫ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ എറർ നമ്മൾ പറഞ്ഞു, കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ദേ കുഡ് നോട്ട് ഡു നത്തിങ് that might be seen as extraordinary. Could not do nothing. Double negatives. ഒന്നുകിൽ could not do anything എന്നാക്കുക, could not do anything. അല്ലെങ്കിൽ ഒന്നുകിൽ could not do anything എന്നാക്കുക, അല്ലെങ്കിൽ could do nothing എന്നാക്കുക. That might be seen. That might be seen as extraordinary. Passive voice. If our school buys an LCD projector, we conduct such film festivals every year. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക് ആണ് കണ്ടീഷണൽസ്. കണ്ടീഷണൽ നമ്പർ 1, if you study well you will pass. Study, if you study well you will pass. If you studied well you would pass. If you had studied well you would have passed. Study well will pass. Studied well would pass. Had studied well would have passed. Would have passed. രണ്ട് പാട്ട് ഒരു പാട്ട് തെറ്റിച്ചു തരും. ഇവിടെ നോക്കിക്കേ. If our school buys, first one, if you study well, if he studies well he will win. We will conduct. ഇവിടെ ഒരു വില്ലിന്റെ കുറവാണുള്ളത്. Error in the use of conditional. If our school bought an LCD projector we would conduct such film festival every year. Every year വേണ്ട, such film festival every year എന്ന് വേണം പറയാം. If our school, third conditional, had bought, past perfect, had bought an LCD projector, our school would have conducted such film festivals every year. നടത്തിയേനെ, ഉണ്ടായിരുന്നെങ്കിൽ നടത്തിയേനെ. There was a 100 crow there. Simple question. There was a 100 crow there. 100 crows. 1 dog, 2 dogs. 1 boy, 10 boys. Plural. Simple question. He asked to bring his children. He asked to bring his children. തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു പാസീവ് വോയിസ് വരേണ്ട ചോദ്യം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എങ്ങനെ തന്നത്. ഹി വാസ് ആസ്ക്ഡ്. പക്ഷേ ഹി ആസ്ക്ഡ് എന്നുള്ളതിലും തെറ്റൊന്നുമില്ല. ഹി ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ചിൽഡ്രൻ എന്നുള്ളതും ശരിയാണ്. അദ്ദേഹത്തിന്റെ കുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തിരിച്ച് പാസീവ് വോയിസ് ആണെങ്കിൽ ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ചിൽഡ്രൻ. അദ്ദേഹത്തോട് ആരോ ആവശ്യപ്പെട്ടു കുട്ടികളെ കൊണ്ടുവരാൻ. ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇതിന് ബാക്കിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഒന്ന് എടുത്ത ഒരു പാർട്ട് ആയതുകൊണ്ടാണ് ഇത് നോർമലായിട്ട് വന്നത്. ഇതിൽ എറർ ഒന്നുമില്ല, പക്ഷെ പാസീവ് വോയിസിന്റെ രീതിയിൽ ഒരു ചോദ്യത്തിന് അകത്തിൽ ഈ സെന്റൻസ് വരുവാണെങ്കിൽ ഇങ്ങനെ എഴുതണം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഹോട്ട് സമ്മർ ഡേയ്സ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലാണ്. ഈ എറർ കറക്ഷൻ്റെ ഒരു പ്രധാന പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. ഒന്നുമില്ല, എറർ കറക്ഷൻ പഠിക്കുക ഒരു പ്രയാസമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എറർ കറക്ഷൻ ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസസാണ് ചോദിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ടെക്സ്റ്റ് പരിചയപ്പെട്ടവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ നിന്നാണ് ചോദിക്കുക. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ്സ്. ഹോട്ട് സമ്മർ ഡേയ്സ് പ്ലൂറൽ ആണ്, റിമൈൻഡ്. ഹോട്ട് സമ്മർ ഡേയ്സ് remind me of my childhood in a little village. There, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ. ദയറിന്റെ സ്പെല്ലിംഗ് തെറ്റാ, THERE. there. രണ്ട് തെറ്റ്. ഞാനത് മനഃപൂർവ്വം തന്ന, അങ്ങനെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ.
ഞാനത് ക്രിയേറ്റ് ചെയ്തു തന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ വേണം. ദെയറിൻ്റെ സ്പെല്ലിംഗ്, ഇങ്ങനെ സ്പെല്ലിംഗ് ചേഞ്ചസ് ശ്രദ്ധിക്കുക. അഡ്വൈസ്, ADVISE, ADVICE, ഹി അഡ്വൈസ്ഡ് മീ. സ്പെല്ലിംഗ് എന്താ? ഹി അഡ്വൈസ്ഡ് മീ. വെർബായിട്ട് ആ കേസിൽ വരുന്നത്, അവിടെ എസ് ആണ് വരേണ്ടത്. ഹി അഡ്വൈസ്ഡ് മീ, ADVISED. ഹി ഗേവ് മീ ആൻ അഡ്വൈസ്, അദ്ദേഹം എനിക്കൊരു അഡ്വൈസ് തന്നു. നൗണാണ്, ADVICE. ശ്രദ്ധിക്കുക. There was a large banyan tree in the middle right of the village. ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് അറിയാം, റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. വേർഡ് ഓർഡർ റോങ്. റൈറ്റ് in the middle of the village. Word order, wrong word order. And I would spend, would already past ആയി. ഇതൊരു മോഡൽ ഓക്സിലറി. അതിനുശേഷം വരുന്ന വെർബ് പ്രസന്റ്, സ്പെൻഡ്, ഡി വരുന്നത് പ്രസന്റ്. സെൻഡ്, CND, ഡി വരുന്നത് പ്രസന്റ്. ഇനി പാസ്റ്റ് വരേണ്ട കേസാണ്, ഇവിടെ ഡി തന്നാൽ തിരുത്തി ടി ആക്കണം. ഈ കേസല്ല, അല്ലാതുള്ള കേസസ്. I was playing under it during my summer, during my holidays. Got it? Look at this. The third L is leadership, that enable women. The third L is the subject that enables women. The third, അത് നമ്മൾ തന്ന ആൻസറിലും അത് അതേപോലെ സെന്റൻസ് ഉണ്ട്. The third L is leadership. Leadership enables women to rise and fulfill their innate abilities and talents. തെറ്റില്ലാത്തടത്ത് തെറ്റ് കണ്ടുപിടിച്ച് തിരുത്തി വെക്കരുതേ. Here there, നമ്മൾ ഹിയർ ദെയറും അടുത്ത് വന്ന് വെട്ടി ദൂരെ കളയും. നോ, ഹിയർ ദെയർ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. There are plenty of room for improvement. Plenty of room singular. So are അല്ല is. There വരുന്ന കേസിൽ ഒബ്ജക്റ്റ് നോക്കിയാണ് വെർബ് സെലക്ട് ചെയ്യുക. There is plenty of room for improvement. Right. Education is the foundation upon with any changes built. ശ്രദ്ധിച്ചു നോക്കണം. വിത്ത് അല്ലേ, സെയിം സെന്റൻസ് നമ്മുടെ ആൻസറിൽ കിടപ്പുണ്ട്. Which education is the foundation upon which any changes built. നമ്മൾ ഈ വിത്ത് കാണത്തുപോലില്ല. കാരണം നമ്മൾ സെന്റൻസ് വായിക്കുമ്പോൾ, നോർമലി ഹ്യൂമൻ ബീങ്സ് സെന്റൻസ് വായിക്കുമ്പോൾ അത്യാവശ്യം വായിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ലൈൻസ് കാണുമ്പോൾ തന്നെ ലൈൻ പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എറർ കറക്ഷൻ വായിക്കുമ്പോൾ ലൈൻസ് പ്രെഡിക്റ്റ് ചെയ്യരുത്. ഒരു വേർഡ് വായിക്കുമ്പോൾ നമ്മൾ അടുത്ത വേർഡ് പ്രെഡിക്റ്റ് ചെയ്യും. അത് നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കണ്ണ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതുകൊണ്ടാണ് നമുക്ക് സ്പീഡിൽ വായിക്കാൻ പറ്റുന്നത്. പക്ഷേ എറർ കറക്ഷൻ ആ പ്രഡിക്ഷൻ, ആ ഒരു കഴിവ് ഉപയോഗിക്കരുത്. വേർഡ് ബൈ വേർഡ് വായിക്കുക. പക്ഷെ വേർഡ് ബൈ വേർഡ് വായിച്ചുകൊണ്ടേ ഇരിക്കരുത്. വേർഡ് ബൈ വേർഡ് വായിച്ച് അത്തരത്തിൽ തെറ്റുണ്ടോ നോക്കണം. എന്നിട്ട് പിന്നെ നോർമൽ റീഡിങ് നടത്തണം. നോർമൽ റീഡിങ് നടത്തിയില്ല അല്ലാത്ത എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ടെൻസോ, പാസീവ് വോയിസോ, കോൺകോഡ് അങ്ങനെയുള്ള എറേഴ്സ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണേ സ്പീഡിൽ തന്നെ വായിക്കണം. പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേർഡ് ബൈ വേർഡ് കൂടെ നോക്കണം. നോർമലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും പ്ലസ് ടു പോലൊരു ക്ലാസ്സിൽ അത്രയും റേഞ്ചിൽ ചോദിക്കുക. പക്ഷേ ഇത് പ്ലസ് 2 ചോദിച്ച ചോദ്യമാണ്, വേർഡ് മാറ്റി ചോദിച്ചത്. ശ്രദ്ധിക്കാം. വിച്ച് എനി ചേഞ്ചസ് ബിൽഡ്. ഈസൊക്കെ കണ്ട് നമ്മൾ ആറാക്കി വെക്കും, അല്ലെങ്കിൽ വാസ് ആക്കി വെക്കും, നമ്മുടെ ശീലമാണല്ലോ. ബിൽറ്റൊക്കെ കണ്ട് നമ്മൾ ഉടനെ ബിൽഡ് ആക്കി വെക്കും. ഇവിടെ ഈസ് ബിൽറ്റ് എന്നുള്ളത് പാസീവ് വോയിസ് അല്ലേ. ലേണിംഗ് ഹെൽപ്പ് വിമൻ, ലേണിംഗ് സിംഗുലർ. ലേണിംഗ് ഹെൽപ്സ് വിമൻ, ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് exclusions. What is wrong here? Exclusion. To break the shackles of exclusion. Shackle of exclusions alla, shackles of exclusion. Shackles of exclusions alla, shackles of exclusion. Nowhere is this more essential than in a developing world. Developing world is particular. Particular a alla dayana. Nowhere else is this more essential than in the developing world. കണ്ടോ, ചോദ്യത്തിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ആൻസറിൽ ഉപയോഗിക്കേണ്ട സെൻറ്റൻസസ് ഒക്കെ വരും. എടുത്തു വെച്ച് ഉപയോഗിച്ചോണം. കൊട്ടേഷനൊക്കെ ഡബിൾ ഇൻവേർട്ടഡ് കോമാസിൽ കാച്ചിക്കോണം. ചിൽഡ്രൻസ് ലവ് പിക്നിക്, അത് അവിടെ തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചിൽഡ്രൻസ് ലവ്, ചിൽഡ്രൻസ് എന്ന് പറയത്തില്ലല്ലോ, ചിൽഡ്രൻ എന്നല്ലേ പറയുള്ളൂ. ചൈൽഡ്, ചിൽഡ്രൻ. ചിൽഡ്രൻ ലവ് പിക്നിക് വിത്ത് ദെയർ പേരൻസ്. സോറി, ആക്ച്വലി ക്വസ്റ്റ്യനിൽ ഈ വിത്തിൻ്റെ സ്ഥാനത്ത് വേറെ എന്തോ ഒരു വേർഡായിരുന്നു. ഞാൻ എഴുതി വന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായി പോയതാണ്. ചിൽഡ്രൻ ലവ് പിക്നിക് വിത്ത് ദെയർ പേരൻസ്, കറക്റ്റാണത്. എ പേരന്റ് മേ മേക്ക് ഹിസ് ചൈൽഡ് ഫീൽസ് ഹാപ്പിയർ. പേരന്റ് ആയതുകൊണ്ട് ഫീൽസ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ പേരന്റ് മേ മേക്ക് ഹിസ് ചൈൽഡ്, ഫീൽ ആണ് വരേണ്ടത്, ഫീൽസ് അല്ല. എ പേരന്റ് മേ മേക്ക് ഹിസ് ചൈൽഡ് ഫീൽ ഹാപ്പിയർ ബൈ ഫോളോയിങ് സം സിമ്പിൾ റിച്വൽസ്. സോ എറർ കറക്ഷൻ്റെ അത്യാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞു. ടെക്സ്റ്റ് വായിക്കുക, ഈ റൂൾസൊക്കെ കോമൺ ആയിട്ടുള്ള റൂൾസൊക്കെ നോക്കുക. ദിസ് ഈസ് ഇനഫ്. അത്യാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസൊക്കെ ശരിക്കും നോക്കുക. 1, 2, 3 വട്ടം ഈ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രപ്പോസിഷനും ആർട്ടിക്കിൾസും ഒക്കെ വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. +2 സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. വേറെ കുറേ ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. ഈ മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുന്ന ഗ്രാമർ,
അതേപോലെ വുഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്വൈസ് കൊടുക്കും, വുഡും ഒക്കെ യൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് മേക്കിങ്ങും അഡ്വൈസ് കൊടുക്കുന്നതും ഒക്കെ, അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സെൻറ്റൻസുകളേ ഉള്ളൂ. അതൊരു ഗ്രാമർ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ. പക്ഷേ ഇത് യൂഷ്വലി നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ആർക്കും തെറ്റാം, ഇത്തരം ചോദ്യങ്ങൾ ആർക്കും തെറ്റാം. വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുക കിട്ടുന്നുണ്ട്. ഇത് ഓപ്ഷൻസ് തരാൻ ചിലപ്പം തരത്തില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ഥലക്കുറവ് ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഓപ്ഷൻസ് എഴുതാത്തത്. നോക്കുക. മാൻ വാസ് പ്രാക്ടീസിങ് ആസ് എ ലോയർ. ഹി സോ ഡാഷ് ലിറ്റിൽ ഗേൾ സ്റ്റാൻഡിങ് ഡാഷ് ദ ഗേറ്റ്. എ ലിറ്റിൽ ഗേൾ സ്റ്റാൻഡിങ്, ഇവിടെ ഒരു ദായൂടുണ്ട്, അറ്റ് ദ ഗേറ്റ് ഓഫ് ഹർ ഹൗസ് ക്രൈയിങ്. ഷി വാസ് ഓൾ വെൽ ഡ്രസ്ഡ് അപ്പ് ഡാഷ് ഗോ ഔട്ട്. ഷി വാസ് ഡ്രസ്ഡ് അപ്പ് ടു ഗോ ഔട്ട്. പറഞ്ഞു നോക്കുക, ആൻസർ എഴുതിയിട്ട് പറഞ്ഞു നോക്കുക. Man went up to her and asked what the matter was. The girl said that, reported speech നമ്മൾ പഠിച്ചല്ലേ, she was going on her first railway journey all by herself. all അതൊരു യൂസേജ് ആണ്, all by herself. Mrs. Sharma has been the chief guest to several programs at many places. To be a guest anywhere is an honor. It means they respect you and expect guidance and leadership from you. എഴുതുക, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കുക. People look up at you and every attention is focused on you. They take you as a role model and it is your responsibility to create a good impression in them. Simple. ഇത് നമ്മുടെ ടെക്സ്റ്റിലെയാണ്. You must never set up any sort of contrariness or repression in the child's mind. ഇതൊന്നും ആൻസർ തരത്തില്ല, ഓപ്ഷൻ തരത്തില്ല, ടെക്സ്റ്റിലെയാണ്. You will damage him for life. We shall be bringing up UP, up a healthy citizen. ഒന്നുമില്ല, ആൻസർ എഴുതി നോക്കി. ഇനിയും പറഞ്ഞു നോക്കുക. സ്ക്രീൻ പോസ് ചെയ്ത് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, ഉറക്കെ വായിക്കുക. ദാറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് സാറ്റർഡേ അവർ പേരൻസ് ഹാഡ് എ ബിഗ് സർപ്രൈസ് ഫോർ മൈ സിസ്റ്റർ ആൻഡ് ഐ. ലാസ്റ്റ് സാറ്റർഡേ മൈ പേരൻസ് ഹാഡ് എ ബിഗ് സർപ്രൈസ് ഫോർ മൈ സിസ്റ്റർ ആൻഡ് ഐ. ഇതൊന്നും പുതിയതായിട്ട് പഠിക്കാൻ പറ്റില്ല. Experience, repeat it. Excitedly we packed our lunches and hopped into the car. കാറിലേക്ക് ചാടി കയറി. Father drove across the freeway. ത്രൂവും വരാം. Across the freeway. We arrived at the Thrills and Chills Park. അടിപൊളി പേരല്ലേ, the Thrills and Chills Park. നിങ്ങൾ നോക്കിക്കേ. Last Saturday our parents had a big surprise for my sister and I. എന്തെളുപ്പമല്ലേ, നമ്മൾ കണ്ടുപിടിച്ച് കളഞ്ഞു. Excitedly we packed our lunches and hopped into the car. Father drove across the freeway and finally we arrived at the Thrills and Chills Park. The teacher was obliged to begin the story of the bison and the tiger, and then he passed on to Ali Baba and the 40 thieves and Alauddin's lamp. The boy listened, rapped and ordered, I want to hear the story of the bison again. It is good. The teacher was short of breath. സിമ്പിൾ ആണ്. നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് തെറ്റിക്കണം അല്ലേ. When I was crossing the street, I could tell that someone had come out of a doorway. I turned around and couldn't see anything. I tried to walk faster. Right? That's all. Fill in the blanks ചോദിക്കുന്ന ചിലപ്പം ആർട്ടിക്കിൾ ആവാം, ചിലപ്പോൾ പ്രിപ്പോസിഷൻ ആവാം, ചിലപ്പോൾ കൺജങ്ഷൻ ആവാം. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക. ആൻസർ എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. കൂൾ ഓഫ് ടൈം യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ആൻസർ എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക. ആൻസർ എഴുതിയിട്ട് വായിക്കുക. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. വീണ്ടും വായിക്കുക, കറക്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് പ്രിപ്പോസിഷൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദാറ്റ്സ് ഇറ്റ്.
റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചിലെ ചേഞ്ചസിനെ പറ്റിയുള്ള വീഡിയോ ആണ്, പബ്ലിക്കിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം റിപ്പോർട്ടഡ് സ്പീച്ച് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റർവ്യൂർ വാട്ട് വാസ് യുവർ സ്പെഷ്യലൈസേഷൻ ഇൻ എഞ്ചിനീയറിംഗ്? വാട്ട് വാസ് യുവർ സ്പെഷ്യലൈസേഷൻ ഇൻ എഞ്ചിനീയറിംഗ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ വെർബ് പാർട്ട് അണ്ടർലൈൻ ചെയ്യുക. വാസ് വെർബ് തന്നെ പാസ്റ്റാണ്. എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? ദി ഇൻ്റർവ്യൂവർ ആസ്ക്ഡ് ആരോടാ? ജോൺ. ദി ഇൻ്റർവ്യൂവർ ആസ്ക്ഡ് ജോൺ. ഇനി കണക്റ്റിംഗ് കൺജങ്ഷൻ WH വേർഡ് ഉള്ളത് കൊണ്ട് അത് തന്നെ കണക്റ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുക. വാട്ട്. WH വേർഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് എന്നോ വെദർ എന്നോ ചേർക്കാം. നോർമൽ സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് എന്ന് ചേർക്കാം. വാട്ട്. ഇനി അടുത്തത് വെർബ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സബ്ജക്റ്റ് ആണ്. യുവർ സ്പെഷ്യലൈസേഷൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. യുവർ എന്നുള്ളത് എന്താവും? വാട്ട് ഹിസ് സ്പെഷ്യലൈസേഷൻ ഇൻ എഞ്ചിനീയറിംഗ്. ഇത്രയും സബ്ജക്റ്റാണ് ഇൻ എഞ്ചിനീയറിംഗ്. ഈ സബ്ജക്റ്റിന് ശേഷമാണ് ഈ വെർബ് വരേണ്ടത്. ചോദ്യം ആയതുകൊണ്ട് ഈ സബ്ജക്റ്റിന് മുമ്പ് ഈ വെർബ് എടുത്തിട്ടിരിക്കുക. ക്വസ്റ്റ്യനിൽ ഓക്സിലറി അല്ലെങ്കിൽ വെർബ് സബ്ജക്റ്റിന് മുമ്പ് വരും. ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുമ്പ് വരും. അപ്പൊ ഈ ഓക്സിലറി അപ്പുറത്ത് പോകണം സബ്ജക്റ്റിന് ശേഷം. ഇവിടെ ഒരു ലെങ്തി സബ്ജക്റ്റ് ഉള്ളത്. സ്പെഷ്യലൈസേഷൻ ഇൻ യുവർ സ്പെഷ്യലൈസേഷൻ ഇൻ എഞ്ചിനീയറിംഗ് വാസ്. മൈ സ്പെഷ്യലൈസേഷൻ ഇൻ എഞ്ചിനീയറിംഗ് വാസ്. എന്താണെന്ന് പറയുക? മെക്കാനിക്കൽ, സിവിൽ, അങ്ങനെ പറയുക. അതേപോലെ ഇതൊരു സബ്ജക്റ്റ് ആണ്. സോ വെർബ് അപ്പുറത്ത് പോകും, വാസ്. പക്ഷെ വാസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വാസ് എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. വാസ് എന്താവും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഹാഡ് ബീൻ ആവും. അപ്പോൾ വാട്ട് ഹിസ് സ്പെഷ്യലൈസേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഹാഡ് ബീൻ. ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, അത് പാസീവ് വോയിസിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ജോണിന്റെ ആൻസർ എന്താ? ഒരെണ്ണം എളുപ്പമായിരിക്കും. ജോൺ റിപ്ലൈഡ് ദാറ്റ് ഐ എന്താവും? ഹി ആവും. ഹി. ഹാവ് സ്പെഷ്യലൈസ്ഡ് എന്താവും? ആദ്യത്തെ പാർട്ട് മാത്രം പാസ്റ്റ് ആക്കിയാൽ മതി, അത് മൊത്തത്തിൽ പാസ്റ്റ് ആവും. ഹാവിന്റെ പാസ് എന്താ? ഹാഡ്. ഹാവ് സ്പെഷ്യലൈസ്ഡിന്റെ പാസ് എന്താ? ഹാഡ് സ്പെഷ്യലൈസ്ഡ്. ഹി ഹാഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്. ഇങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് പാസ്റ്റ് ആക്കുന്നത്. അടുത്ത് നോക്കുക. ഫെലിക്സ് ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ഓൺ ലൂസി ഇൻ ദ ബ്രോങ്സ്. ഫെലിക്സ് സെഡ് ദാറ്റ്. അല്ലെ, ഫെലിക്സ് told Antonio. Felix told Antonio. Connecting conjunction that I am going to say. He out. Am going in the past was going. That he was going to stay with my own Lucy. His own Lucy out. His own ലൂസി ഇൻ ദ ബ്രോങ്സ്. ഫുൾ സ്റ്റോപ്പ്. അന്റോണിയോ എന്ത് ചെയ്തു? ആന്റോണിയോ, ഇവിടെ ഒരു യാ കണ്ട്, യാ ഒന്നും എഴുതാനൊന്നും മെനക്കെടണ്ട. ആന്റോണിയോ നോഡഡ് പോസിറ്റീവ്ലി ആൻഡ് റിപ്ലൈഡ് ദാറ്റ്. അങ്ങനൊക്കെ എഴുതാം. ആന്റോണിയോ നോഡഡ് പോസിറ്റീവ്ലി, അല്ല, ആന്റോണിയോ നോഡഡ് ആൻഡ് റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. ഇറ്റ് ദാറ്റ് ആവും. ദാറ്റ് വുഡ് ബി എന്നുള്ളത് മാറ്റാൻ പറ്റത്തില്ല, വുഡ് ബി തന്നെ. ദാറ്റ് വുഡ് ബി, വുഡ് ഔ ബി എന്നൊന്നും ആക്കണ്ട. ദാറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദെയർ ഹെഡ്സ്. better for their heads. That would be better for their heads. would have been ആക്കണം നിർബന്ധമൊന്നുമില്ല. that would be better for their heads. ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. a soldier will shoot with a gun if he is hit, said the boy. The boy said that. The boy said that a soldier, small letter ആക്കണേ, a soldier will shoot in the past, would shoot with a gun if he is hit and down. Was hit. If he was hit. A soldier would shoot with a gun if he was hit. അടുത്തത്. Mrs. Johns, I am very well, thank you. Have you finished your Christmas shopping yet? Actually, it's a negative question. Haven't you finished your Christmas shopping എന്നാണ്. I am still in the middle of mine. Mrs. Smith, I have posted my cards and presents. Look at this. Mrs. Johns, what is this?
Thanking. There is Mrs. Jones thanked Mrs. Smith. Thanked Mrs. Smith and said that I am very well. She was very well. She was very well. And asked Mrs. Smith if have you finished your shopping yet? If she have you finished? You have finished out. Have had out. So you have finished എന്നുള്ള എന്താവും? Whether she നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഹാവിൻ്റെ എന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഹാവ് എടുത്ത് സബ്ജക്റ്റിന് അപ്പുറത്തിടുക. ഹാവ് യു ഫിനിഷ്ഡ് യു ഹാവ് ഫിനിഷ്ഡ് ആവും. ശരിക്കും ഇത് ഹാവിൻ്റെ എവിടെ വരേണ്ടത്? അതിൻ്റെ പാസ്റ്റ് ഹാഡിൻ്റെ ആണ്. അപ്പോൾ എന്ത് വരും? വെദർ ഷീ ഹാഡിൻഡ് ഫിനിഷ്ഡ് ഹെർ ക്രിസ്മസ് ഷോപ്പിംഗ് ആൻഡ് added that I am still in the middle of mine. She was in the middle of hers. Added that she was in the middle of hers. Still പോലെയുള്ള വാക്കുകളൊക്കെ പ്രസന്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നു. Mrs. Smith answered that I have posted my cards and presents. She had posted her cards and presents. She had posted her cards and presents. True. I have posted, she had posted out. Simple. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Look at this question. 4 എക്സ്ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിസ്സിസ് ജോൺസ്, ഐ ഡോണ്ട് വോണ്ട് ദീസ് പ്രസൻസ് ഡാമേജ് മിസ്, സോ പ്ലീസ് സീ ദാറ്റ് ദേ ആർ ഹാൻഡിൽ വെരി കെയർഫുള്ളി. എങ്ങനെയാണ് ചെയ്യുന്നത്? മിസ്സിസ് ജോൺസ് told the assistant that she ആവും. don't in the past didn't wanted ആക്കി വെക്കരുത്. did തന്നെ പാസ്റ്റ് ആണ്. didn't want did ആക്കുമ്പോഴേ പാസ്റ്റ് ആയി. want പാസ്റ്റ് ആക്കി വെക്കരുത്. didn't want these presents damaged, those presents damaged. those ആവും. those presents damaged by reminding her to handle them carefully. അങ്ങനെ എഴുതാം. by ഓർമ്മിപ്പിക്കുക, reminding her to handle them carefully. ഇപ്പം നോക്കിക്കേ, നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? പ്ലീസ് ഗിവ് മി എ ഗ്ലാസ്. Tom, please give me a glass of water. Tom requested to give him a glass of water. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. Tom, please give me a glass of water. Tom requested to give him a glass of water. അവിടെ ടെൻസ് ചേഞ്ച് ഒന്നും വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളൊന്നും അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. Mrs. Jones told the assistant that she didn't want those presents damaged by reminding her to handle them carefully. Assistant എന്താ പറഞ്ഞത്? We will do our best, ma'am. The assistant assured that we എന്താവും? they ആവും. they will do our best. do past ആക്കരുത്. will do in the past would do. they would do our best, their best. they would do their best. Policeman, where are you off to, miss? The policeman asked, where are you off? Question, are അപ്പുറത്ത് പോവും. you എന്താവും? she. where she, are ഇപ്പുറത്ത് വരും. സെന്റൻസ് ആക്കും ഇപ്പുറത്ത് വരും. so where she, are എന്താവും? was. where she was off to. മിസ് ഒന്നും വേണ്ട, off to ഫുൾ സ്റ്റോപ്പ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക്. The assistant replied that she was leaving the post office for ever. I am leaving a, she was leaving out. She was leaving the post office for ever. ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം.
ചിലപ്പോൾ വേറെ ചോദിക്കാം. ഒരു കാര്യം ഓർക്കുക, ടു TO ടൂവിന് ശേഷം വരുന്ന വെർബിനെ പാസ്റ്റ് ടെൻസ് ആക്കരുത്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിലെ വെർബിനെ അണ്ടർലൈൻ ചെയ്യുക, അതിൽ പാസ്റ്റ് ആക്കേണ്ടതോ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വേർഡ്സിനെ ഒക്കെ നോക്കി വെക്കുക, എന്നിട്ട് അത് മാത്രം കൺവേർട്ട് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് നോക്കുക. ചേഞ്ചസ് ഒക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടെ നോക്കാം. ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ്, ഇറ്റ് ഈസ് എ ടൈം ബോംബ് കോൺസ്റ്റബിൾ. എങ്ങനെ എഴുതും? ദ അസിസ്റ്റന്റ് told the constable that it's a time bomb. It was a time bomb. That it was a time bomb. Constable എന്നുള്ളതൊന്നും വേണ്ട. It was a time bomb. The policeman ഇവിടെ എന്താ ചെയ്യുന്നേ? ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അല്ലേ? The policeman ഇൻട്രോഗേറ്റഡ് അല്ലെ, ക്വസ്റ്റ്യൻ എന്ന് എഴുതിയാലും മതി. ഇൻട്രോഗേറ്റഡ്, ഇൻട്രോഗേഷൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്നാണ്. ഇൻട്രോഗേറ്റഡ് ബേർഡ് ഹിഗിൻസ് by asking him have you been up to some more of your mischief. Sentence എന്താ? You have been up to some more of your mischief. You എന്താ? He has been up. Past എന്താ? He had been up. Whether asking him whether if ചേർക്കാം, if whether ചേർക്കാം. If he had been up to some more of his mischief. Farmer, the farmer ചെയ്തേ? He drew the attention of the others and said that there is a time bomb ആണ്. There was a time bomb ആവും. The farmer drew the attention, ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. drew the attention and said that there was a time bomb in the parcel. that തന്നെ എഴുതാം. in that parcel. Policeman, don't talk nonsense sir. എങ്ങനെ എഴുതുക? Policeman told him don't talk nonsense, not to talk nonsense. Him not to talk nonsense. Sir ഒന്നും വേണ്ട, not to talk nonsense. The farmer, ഇവിടെ പറ്റിയ വേർഡ് എന്താ? suggested him very well ഒന്നും വേണ്ട, him to listen for himself. Suggested him very well, then listen for yourself. To listen for himself. Suggested him to listen for himself. ഈ വേർഡ്സ് ഒന്നും ഇത്രയും പ്രിസൈസ് ആയില്ലെങ്കിലും ചേഞ്ചസ് കറക്റ്റായിട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് മാർക്സ്. അത് പ്രത്യേകം ഓർമ്മിക്കുക കേട്ടോ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് റൗണ്ടിൽ പരീക്ഷയ്ക്ക് മുമ്പ് സെറ്റായി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഗ്രാമർ ടോപ്പിക്ക് മനഃപൂർവ്വമാണ് നിങ്ങൾക്ക് വൈകി തരുന്നത്. കാരണം നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ഗ്രാമർ ടോപ്പിക്ക് ഫ്രേസൽ വെർബ്. ചോദിച്ചാൽ കമ്പൽസറി ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് 4 മാർക്കിൻ്റെത്. വളരെ പ്രയാസമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നും, 10th ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ വളരെ ഈസി ഉള്ളൊരു ഗ്രാമർ ടോപ്പിക്കാണ്. ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ മലയാളം മീനിങ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ മലയാളം മീനിങ്ങിന് ഈക്വൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് മീനിങ്ങും അറിഞ്ഞിരിക്കണം. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇത്രയല്ല ഇതിലും ഉണ്ട്, പക്ഷെ ഒരുപാടെണ്ണം തന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊന്നും കൺഫ്യൂസ്ഡ് ആവത്തില്ല, സാർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ ഫ്രേസൽ വെർബാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടാവും, അറിയാത്തതുണ്ടാവും. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ലുക്ക് ഫോർവേഡ് ടു എന്നാണ്. ലുക്ക് ഫോർവേഡ് ടു എന്താ? ലുക്ക് ഫോർവേഡ് ടു എന്ന് വെച്ചാൽ ലുക്ക് ഫോർവേഡ് ടു വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഞാൻ താങ്കളെ കാണാൻ കാത്തിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹാപ്പൻ സംതിങ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ലുക്ക് ഫോർവേഡ് ടു പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക, ഒക്കെയാണ്. പുട്ട് ഓഫ്, വെരി ഇമ്പോർട്ടന്റ് വൺ. പുട്ട് ഓഫ്. പോസ്റ്റ്പോൺ, കറക്റ്റ്. പോസ്റ്റ്പോൺ എന്നുള്ള വേർഡ് തന്നെ ചോദിക്കും. നീട്ടിവെക്കുക, പോസ്റ്റ്പോൺ. എക്സാമിനേഷൻസ് ആർ പോസ്റ്റ്പോൺഡ്, എക്സാമിനേഷൻസ് ആർ പുട്ട് ഓഫ്.
പുട്ട് ഓഫിന്റെ പാസ്റ്റും പുട്ട് ഓഫ് തന്നെയാണ്. ചില കേസിൽ നമുക്ക് പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു എന്ന് എഴുതേണ്ടി വരും. ലുക്ക് ഫോർവേഡ് ടു ഒന്നും പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കത്തില്ല. പക്ഷേ പുട്ട് ഓഫിന്റെ പാസ്റ്റും പുട്ട് ഓഫ് തന്നെയാണ്. അടുത്തത് റൺ ഔട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൺ ഔട്ട് ആവുന്ന വെച്ചാൽ എന്താ? റൺ ഔട്ട് ആവുക, തീർന്നു പോവുക. ദ ഫ്യൂൽ ഇൻ മൈ കാർ റാൻ ഔട്ട്. എന്റെ കാറിലെ ഫ്യൂൽ തീർന്നു പോയി, റാൻ ഔട്ട്. സ്റ്റോക്ക് ഓഫ് ഷുഗർ എക്സോസ്റ്റഡ് തീരുക. സ്റ്റോക്ക് ഓഫ് ഷുഗറിന്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് ചെയ്തു. സ്റ്റോക്ക് ഓഫ് ഷുഗർ റൺ ഔട്ട്. റൺ ഔട്ടിന്റെ പാസ്റ്റ് എഴുതേണ്ടി വരും. റൺ ഔട്ട് തന്നെ എഴുതേണ്ടി വരേണ്ട കേസസ് ഉണ്ടാവും. ഇവിടെ സ്റ്റോക്ക് ഓഫ് ഷുഗർ എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ റൺ ഔട്ട്. അടുത്തത് പുട്ട് ഔട്ട്. ഫയർ ഫൈറ്റേഴ്സ് എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ. എക്സ്റ്റിംഗ്വിഷ് അണയ്ക്കുക, തീ അണയ്ക്കുക. പുട്ട് ഔട്ട് തീ അണയ്ക്കുക. ലുക്ക് ഫോർവേഡ് ടു പ്രതീക്ഷിച്ചിരിക്കുക. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ. റൺ ഔട്ട് തീർന്നു പോവുക. പുട്ട് ഔട്ട് തീ അണയ്ക്കുക. പുട്ട് ഡൗൺ അടിച്ചമർത്തുക. പുട്ട് ഡൗൺ. പോലീസ് സപ്രസ് ദ പ്രൊട്ടസ്റ്റേഴ്സ്. പ്രൊട്ടസ്റ്റേഴ്സിനെ പോലീസ് സപ്രസ് ചെയ്തു. പോലീസ് പുട്ട് ഡൗൺ ദ പ്രൊട്ടസ്റ്റേഴ്സ്. പോലീസ് പുട്ട് ഡൗൺ ദ പ്രൊട്ടസ്റ്റ്. പോലീസ് പ്രൊട്ടസ്റ്റ് പുട്ട് ഡൗൺ ചെയ്തു, സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. സപ്രസ് കാത്തിരിക്കുക. പുട്ട് ഓഫ് നീട്ടിവെക്കുക, പോസ്റ്റ്പോൺ. റൺ ഔട്ട് തീർന്നു പോവുക. എക്സോസ്റ്റ് എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഔട്ട് തീ അണയ്ക്കുക. ഇത് എക്സോസ്റ്റ്. റൺ ഔട്ട് എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഡൗൺ അടിച്ചമർത്തുക. സപ്രസ്. ഹെൽഡ് അപ്പ്. ദ ഫ്ലൈറ്റ് ഡിലേഡ് ബൈ ബാഡ് വെതർ. ബാഡ് വെതർ കാരണം ഫ്ലൈറ്റ് ഡിലേ ചെയ്തു. ഫ്ലൈറ്റ് ഹെൽഡ് അപ്പ് ബൈ ബാഡ് വെതർ. പിടിച്ചിട്ടു. ഹെൽഡ് അപ്പ് ഒത്തിരി കോമൺ ഒന്നുമല്ല. ഗെറ്റ് ബാക്ക് സിമ്പിൾ ഡയറക്റ്റ് ആണ്. ഗെറ്റ് ബാക്ക്. ഹി ഗോട്ട് ബാക്ക് ആഫ്റ്റർ ഹിസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. അടുത്തത് നോക്കുക. ടേൺ അപ്പ്. നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും എല്ലാവരും വരും. ഒരു ദിവസം മഹേഷ് വന്നില്ല. നമ്മൾ മഹേഷ് ഡിഡ് നോട്ട് കം എന്ന് പറയാതെ ഇത്രയുടെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? മഹേഷ് ഡിഡ് നോട്ട് ടേൺ അപ്പ് ടുഡേ. ടേൺ എന്ന് വെച്ചാൽ തിരിക്കുക, അപ്പം എന്ന് വെച്ചാൽ മുകളിലോട്ട്. ടേൺ അപ്പ് മുകളിലോട്ട് തിരിക്കുക അല്ല. ടേൺ അപ്പ് വരിക. കം. മഹേഷ് ഡിഡ് നോട്ട് ടേൺ അപ്പ് ടുഡേ. മഹേഷ് ഇന്ന് വന്നില്ല. ടേൺ അപ്പ്. പുട്ട് ഓൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പുട്ട് ഓൺ. ഐ പുട്ട് ഓൺ മൈ ഷർട്ട് ഇൻ ദ മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഷർട്ട് എടുത്തിട്ടു. അപ്പോൾ ഡ്രസ്സ് ഇടുന്ന ഒരു സാധനം വന്നാൽ പുട്ട് ഓൺ. ഐ പുട്ട് ഓൺ മൈ ഹാറ്റ്. പക്ഷേ പുട്ട് ഓൺ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഡ്രസ്സ് കോട്ടൊക്കെ ഇടുക മാത്രമല്ല ചെയ്യുന്നത്, കോട്ടൊക്കെ ഊരുകയും ചെയ്യും. ഊരുക എന്നുള്ളത് എന്താ? ടേക്ക് ഓഫ്. ഐ ടുക്ക് ഓഫ്. ടേക്ക് ഓഫിന് മറ്റേ വിമാനം ടേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതുണ്ട്. അതേപോലെ ടേക്ക് ഓഫിന് റിമൂവ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ നോക്കി ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഡാഷ് യുവർ ക്ലോത്ത്സ് ഹറി. പുട്ട് ഓൺ യുവർ ക്ലോത്ത്സ് ആണ്, ടേക്ക് ഓഫ് യുവർ ക്ലോത്ത്സ് ആണ്. ആരോടെങ്കിലും നമ്മൾ ടേക്ക് ഓഫ് യുവർ ക്ലോത്ത്സ് എന്ന് പറയുമോ? ഇല്ല. പുട്ട് ഓൺ യുവർ ക്ലോത്ത്സ്. അപ്പോൾ ടേക്ക് ഓഫ് വരുന്ന വേറെ എവിടെയെങ്കിലും കാണും. ഹി ഡാഷ് ഹിസ് കോട്ട് ആൻഡ് ഹാറ്റ്. ഹി ടുക്ക് ഓഫ് ഹിസ് കോട്ട് ആൻഡ് ഹാറ്റ്. ടേക്ക് ഓഫ് ഊരുക, പുട്ട് ഓൺ ഇടുക, ധരിക്കുക. പുട്ട് ഓൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് ഇൻ തയ്യാറാവുക. The south west monsoon has set in. സൗത്ത് വെസ്റ്റ് മൺസൂൺ എല്ലാ തയ്യാറെടുപ്പോടും കൂടി വന്നിരിക്കുന്നു. സെറ്റ് ഇൻ. ടേക്ക് ഓഫ് ഞാനിപ്പോൾ പറഞ്ഞു, റിമൂവ് എന്നൊരർത്ഥമുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക. ഗോ ത്രൂ വളരെ ഇമ്പോർട്ടൻറ്റ്. ഐ എം ഗോയിങ് ത്രൂ ദിസ് പേപ്പർ. ഗോ ത്രൂ എന്ന് വെച്ചാൽ റീഡ് എന്നാണ് അർത്ഥം. ഗോ ത്രൂ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതിനും ഗോ ത്രൂ എന്ന് പറയാം. ബട്ട് യൂഷ്വലി ഇറ്റ് മീൻസ് റീഡ്. ഗോ ത്രൂ റീഡ്. ലുക്ക് ഫോർവേഡ് പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ നീട്ടി വെക്കുക. റൺ ഔട്ട് എക്സോസ്റ്റ് എക്സ്റ്റിംഗ്വിഷ് തീർന്നു പോവുക. പുട്ട് ഔട്ട് എക്സ്റ്റിംഗ്വിഷ് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നതിനാണ്, തീ അണയ്ക്കുന്നതിനാണ് എക്സ്റ്റിംഗ്വിഷ് എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ സപ്രസ് അടിച്ചമർത്തുക. ഹെൽഡ് അപ്പ് പിടിച്ചു വെക്കുക, കാത്തിരിക്കുക. ഗെറ്റ് ബാക്ക് റിക്കവർ തിരിച്ചു വരിക. ടേൺ അപ്പ് വരിക, കം. പുട്ട് ഓൺ ഇടുക, ധരിക്കുക. സെറ്റ് ഇൻ തയ്യാറായി വരിക. വലിയൊരു സംഭവമൊക്കെ ഒരു യുദ്ധത്തിനൊക്കെ തയ്യാറായി വരുന്നതിനാണ് സെറ്റ് ഇൻ എന്നൊക്കെ പറയും. ടേക്ക് ഓഫ് റിമൂവ് ചെയ്യുന്ന അർത്ഥമുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക. ഗോ ത്രൂ റീഡ്. നെക്സ്റ്റ് വൺ കോളോൺ. കോളോൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ. വിസിറ്റ് എ പേഴ്സൺ. കോൾ അറ്റ് മീൻസ് വിസിറ്റ് എ പ്ലേസ്. ഐ കോൾഡ് ഓൺ മൈ അങ്കിൾ യെസ്റ്റർഡേ. ഞാൻ എൻ്റെ അങ്കിളിനെ ഇന്നലെ കോൾ ഓൺ ചെയ്തു. ഐ കോൾഡ് അറ്റ് കോട്ടയം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കോട്ടയം വിസിറ്റ് ചെയ്തു. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്.
ഗോ ഓൺ. ഗോ ഓണിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ശ്രദ്ധിക്കുക. The hotel keeper dash requesting the author not to go out. The hotel keeper dash requesting the author not to go out. ഹോട്ടൽ കീപ്പർ ആ മനുഷ്യനോട് പോവരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. Went on requesting the author. Went on റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. Go onന്റെ പാസ്റ്റ് went on ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനാണ് ഗോ ഓൺ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ഗോ ഓൺ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഷോ പൊക്കൊണ്ടേയിരിക്കണം. ദ ക്ലാസ്സസ് മസ്റ്റ് ഗോ ഓൺ. യുവർ പ്രിപ്പറേഷൻ ഷുഡ് ഗോ ഓൺ. യുവർ റിവിഷൻ ഷുഡ് ഗോ ഓൺ. അവർ എനർജി ഷുഡ് കീപ്പ് അപ്പ്. കം അക്രോസ്. കം അക്രോസ്. ഈ യൂട്യൂബിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. വെൻ ഐ കം അക്രോസ് +2 students somewhere, they get excited. I may not know them, but they know me. Suddenly I understand that they know me. Anish sir എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയോ നമ്മുടെ ക്ലാസ് കാണുന്നവരാണ്. Got it. Come across. കണ്ടുമുട്ടുക. എസ്പെഷ്യലി ആകസ്മികമായി യാദൃച്ഛികമായിട്ടൊക്കെ കണ്ടുമുട്ടുന്നതിന് കം അക്രോസ് എന്ന് പറയും. കം അക്രോസ്, കണ്ടുമുട്ടുക. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കം അക്രോസ്, കണ്ടുമുട്ടുക. കം അക്രോസ്, യാദൃശ്യമായിട്ട് കണ്ടുമുട്ടുക. ടേൺ ഡൗൺ, ടേൺ ഡൗൺ, നിരസിക്കുക. റിജക്ട്. He turned down my request. അവൻ എൻ്റെ റിക്വസ്റ്റ് ടേൺ ഡൗൺ ചെയ്ത് നിരസിച്ചു കളഞ്ഞു. He turned down my request. Turn down, നിരസിക്കുക. Bring up, വളർത്തുക. Bring up. The parents brought up the child. വളരെ സിമ്പിൾ ഒരെണ്ണമാ, കൺഫ്യൂസ് ചെയ്യരുതേ, പണ്ട് മുതലേ പഠിക്കുന്ന. ബ്രിങ് അപ്പ്, ബ്രോട്ട് അപ്പ്, വളർത്തുക. എളുപ്പമുള്ളതാണ് നമ്മൾ തെറ്റിക്കുക. ലുക്ക് ആഫ്റ്റർ, ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക, ആഫ്റ്റർ എന്ന് വെച്ചാൽ പുറകിന്, പുറകിന് നോക്കുക അല്ല. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുവർ പേരൻസ്. പേരൻസ് ഷുഡ് ലുക്ക് ആഫ്റ്റർ ദെയർ കിഡ്സ്. പേരൻസ് കിഡ്സിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം, സംരക്ഷിക്കണം. ലുക്ക് ആഫ്റ്റർ, സംരക്ഷിക്കുക. നോക്കിക്കേ, കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ, കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, ഗോ ഓൺ, കണ്ടിന്യൂ, കം അക്രോസ്, മീറ്റ് ബൈ ചാൻസ്, കണ്ടുമുട്ടുക. ടേൺ ഡൗൺ, റിജക്ട്, നിരസിക്കുക. ബ്രിങ് അപ്പ്, വളർത്തുക. ലുക്ക് ആഫ്റ്റർ, സംരക്ഷിക്കുക. ഡു വിതൗട്ട് ഡയറക്റ്റ് മീനിങ് ഐ കനോട്ട് ഡു വിതൗട്ട് മൈ മൊബൈൽ ഫോൺ. എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഐ കനോട്ട് ഡു വിതൗട്ട് മൈ മൊബൈൽ ഫോൺ. റൈറ്റ്. ഐ കനോട്ട് ഡു വിതൗട്ട് ബിരിയാണി. ബിരിയാണി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഐ കനോട്ട് ഡു വിതൗട്ട് യു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ക്യാരി അവേ. ക്യാരി വെച്ചാൽ മുഴുകി പോവുക, മയങ്ങി പോവുക എന്നാണ്. ക്യാരി അവേ. യു ആർ ക്യാരിഡ് അവേ ബൈ മൈ ക്ലാസ്, ഇസ്ന്റ് ഇറ്റ്? എന്റെ ക്ലാസ്സിൽ നിങ്ങൾ മയങ്ങി പോകുന്നില്ലേ? ക്യാരി അവേ, മുഴുകി പോവുക. ഐ വാസ് ക്യാരിഡ് അവേ ബൈ ഹിസ് മ്യൂസിക്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ ഞാൻ ക്യാരി അവേ ആയി. ഐ വാസ് ക്യാരിഡ് അവേ ബൈ ഹിസ് എന്തൂസിയാസം. I'll read it. I got dash by his enthusiasm. I got carried away by his enthusiasm. അവന്റെ ആ ആകാംക്ഷയൊക്കെ കണ്ടപ്പോൾ I got carried away. ഞാൻ മുഴുകിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. Carried away, pass away. നമ്മൾ മരിക്കുക എന്നുള്ളതിന് സത്തുപോയി എന്നൊക്കെ. സത്തുപോയിയാണ് ചത്തുപോയതായത്. സത്തുപോയി, മരിച്ചുപോയി, നിര്യാതനായി, അന്തരിച്ചു. കുറച്ചുകൂടെ വലിയ ആളുകളൊക്കെയാണ് നമ്മൾ പറയും കാലം ചെയ്തു, നാട് നീങ്ങി. രാജാവൊക്കെയാണ് നമ്മൾ പറയും നാട് നീങ്ങി. പിന്നെ ആനയാണ് നമ്മൾ ചരിഞ്ഞു എന്ന് പറയും. അതുപോലെ ഒരു വാക്കാണ് പാസ് അവേ. പാസ് എന്ന് വെച്ചാൽ മരിക്കുക. പാസ് അവേ, മരിക്കുക. അടുത്തത് എൻഡ് അപ്പ്. എൻഡ് അപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വായിക്കാം. വെൻ ഐ സെറ്റ് ഓഫ് ഫോർ മൈ വർക്ക് ദിസ് മോർണിംഗ്. സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. വെൻ ഐ സെറ്റ് ഓഫ് ഫോർ മൈ വർക്ക് ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ വർക്കിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മൈ കാർ ഡാഷ്, മൈ കാർ ബ്രോക്ക് ഡൗൺ. എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. സോ ഐ ഡാഷ് ടേക്കിംഗ് ദ ബസ്. സോ ഐ എൻഡഡ് അപ്പ് ടേക്കിംഗ് ദ ബസ്. അവസാനം എനിക്ക് ബസ് ആശ്രയിക്കേണ്ടി വന്നു. നോക്കിക്കോ, ഒന്നുകൂടെ വായിക്കാം. വെൻ ഐ ഡാഷ് ഫോർ മൈ വർക്ക് ദിസ് മോർണിംഗ്. വെൻ ഐ സെറ്റ് ഓഫ് ഫോർ മൈ വർക്ക് ദിസ് മോർണിംഗ്. എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ യാത്ര ആരംഭിച്ചപ്പോൾ മൈ കാർ ബ്രോക്ക് ഡൗൺ. എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. സോ ഐ എൻഡഡ് അപ്പ് ടേക്കിംഗ് ദ ബസ്. അവസാനം എനിക്ക് ബസ് എടുക്കേണ്ടി വന്നു. ആൻഡ് ഐ ഗെറ്റ് ഓവർ ദ ബസ്. ഞാൻ എന്ത് ചെയ്തു? ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ഓവർ ഐ ഡാഷ് മൈ സ്കൂൾ മേറ്റ്. ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ഓവർ, ഞാൻ ബസ്സിലേക്ക് കാലെടുത്ത് വെച്ചതും, ഗെറ്റ് ഓവർ കാലെടുത്ത് വെക്കുക, ഞാൻ ബസ്സിലേക്ക് കാലെടുത്ത് വെച്ചതും ഐ ഡാഷ് മൈ സ്കൂൾ മേറ്റ്. എൻ്റെ സ്കൂൾ മേറ്റിനെ ഞാൻ കണ്ടു. കെയിം അക്രോസ്. കണ്ടു, കെയിം അക്രോസ്, കം അക്രോസ്. സോ എൻ്റെ അവസാനം എത്തിച്ചേരുക, സെറ്റ് ഓഫ് ആരംഭിക്കുക, ഗെറ്റ് ഓവർ
പടി കയറുന്നതിന് ഗെറ്റ് ഓവർ എന്ന് പറയാം, ഒരു പ്രശ്നത്തെ അതിജീവിക്കുന്നതിന് ഗെറ്റ് ഓവർ എന്ന് പറയാം. ബ്രേക്ക് ഡൗൺ ഡയറക്റ്റ് മീനിങ്ങാ, കാറ് ബ്രേക്ക് ഡൗൺ ആയി. പിക്ക് ഔട്ട് എന്ന് വെച്ചാൽ ചൂസ് എന്ന, അത് നമുക്ക് അറിയാവുന്ന. പിക്ക് ഔട്ട് ദ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഓപ്ഷൻ തരത്തില്ലേ, പിക്ക് ഔട്ട്, ചൂസ്, ചൂസ്, പിക്ക് ഔട്ട്, പിക്ക് ഔട്ട്. ഒരു എക്സാമ്പിൾ വേണേൽ പറഞ്ഞുതരാം. പിക്ക് ഔട്ട്, പിക്ക് ഔട്ട് എ വുമൺ in business suit will help you pick out the best investment firm. ഇർഫാൻ ആലം will help you pick out a best business idea. ഒരു നല്ല ബിസിനസ് ഐഡിയ പിക്ക് ഔട്ട് ചെയ്യാൻ ഇർഫാൻ ആലം സാർ നമ്മളെ സഹായിക്കും. പിക്ക് ഔട്ട്, ചൂസ്. കോൾ ഓഫ്, ഷീ കോൾഡ് ഓഫ് ഹർ വെഡിങ്, അവളുടെ വെഡിങ് കോൾ ഓഫ് ചെയ്തു. ക്യാൻസൽ, കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്, കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ, കോൾ ഓഫ്, ക്യാൻസൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കോൾ ഓഫ്, ക്യാൻസൽ. മേക്കപ്പ് എന്ന് വെച്ചാൽ എന്താ, മേക്കപ്പ് ചെയ്യുന്നപ്പോഴാണ് പോരായ്മകളുള്ളപ്പോഴാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അതേസമയം മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് വെച്ചാൽ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക. ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് നോട്ട് ടു റൈറ്റ് ദി എക്സാം, എക്സാം എഴുതണ്ടെന്ന് തീരുമാനിച്ചു. ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു റൈറ്റ് ദി എക്സാം, എക്സാം എഴുതാൻ അവൻ തീരുമാനിച്ചു. മേക്കപ്പ് തീരുമാനം എടുക്കുക, മേക്കപ്പ് മൈൻഡ് എന്നൊക്കെ വെച്ചാൽ തീരുമാനം എടുക്കുക എന്നാണ്, ശ്രദ്ധിക്കുക. ബ്രേക്ക് ഡൗൺ തകരാറിലാവുക, പിക്ക് ഔട്ട് ചൂസ്, കോൾ ഓഫ് ക്യാൻസൽ, ക്യാൻസൽ മാരേജ്, ക്യാൻസൽ ദി എക്സാം, cancel the program, called off the program. Make up his mind, turn away direct meaning turn away. നമ്മൾ ഒരാളുടെ നേരെ വരുമ്പോൾ അയാൾ നമ്മൾക്കെതിരെ തിരിഞ്ഞു പോവുക, turn away. He turned away from me, അവൻ എൻ്റെ അടുത്ത് വരാതെ എൻ്റെ അടുത്ത് നിന്ന് turn away ചെയ്തു, തിരിഞ്ഞു പോയി. turn away. Put across, I put across my ideas to the manager. ഞാൻ എൻ്റെ ഐഡിയാസ് മാനേജറിനോട് പുട്ട് അക്രോസ് ചെയ്തു, കൺവേ ചെയ്തു. I put across my ideas to the manager. എൻ്റെ ഐഡിയാസ് ഞാൻ മാനേജറിനോട് കൺവേ ചെയ്തു. Put across. Then put up with. I cannot put up with my present situation. എനിക്ക് എൻ്റെ പ്രസന്റ് സിറ്റുവേഷനോട് പുട്ടപ്പ് ചെയ്യാൻ വയ്യ, അഡ്ജസ്റ്റ് ചെയ്യുക. പുട്ട് അപ്പ് മീൻസ് അഡ്ജസ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. പുട്ട് അപ്പ്, അഡ്ജസ്റ്റ്, പുട്ട് അക്രോസ്, കൺവേ, ആശയവിനിമയം നടത്തുക. പുട്ട് അക്രോസ്. ഗീവ് അപ്പ്, അഗെയിൻ വെരി ഇമ്പോർട്ടന്റ് വൺ. ഐ ഗേവ് അപ്പ് മൈ ഐഡിയ, ഞാൻ എൻ്റെ ഐഡിയ ഉപേക്ഷിച്ചു. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ഐ ഗേവ് അപ്പ് മൈ ഐഡിയ, ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. മേക്ക് ഔട്ട്, മേക്ക് ഔട്ട് എന്ന് എന്തെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ മനസ്സിലാക്കുക. ഐ കനോട്ട് മേക്ക് ഔട്ട് വാട്ട് ഹീ ഈസ് സേയിങ്, അവൻ എന്താ പറയുന്നത് എനിക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. അബാൻഡൻ എന്നാണ് വാക്ക്. ഗിവ് അപ്പ്, അബാൻഡൻ. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ഗിവ് ബാക്ക്, ഡയറക്റ്റ് മീനിങ് ആ, ഗിവ് ബാക്ക്, തിരികെ കൊടുക്കുക. ഗിവ് ബാക്ക് ഡയറക്റ്റ് മീനിങ് ആണ്, കൺഫ്യൂസ് ചെയ്യരുത്. ഗിവ് അവേ, ദ ചെയർമാൻ ഗേവ് അവേ, ദ ചീഫ് ഗസ്റ്റ് ഗേവ് അവേ ദ പ്രൈസസ്. ഗിവ് അവേ, ഡിസ്ട്രിബ്യൂട്ട്, പ്രൈസസ് വിതരണം ചെയ്യുക, ഗിവ് അവേ, ഡിസ്ട്രിബ്യൂട്ട്. കം ടു ആൻ എൻഡ്, എത്തിച്ചേരുക. കം ടു എ കൺക്ലൂഷൻ, ഡയറക്റ്റ് മീനിങ് ആണ്. സെറ്റ് ഔട്ട് എന്നും കാണുന്നതാണ്. ഹി സെറ്റ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു കന്യാകുമാരി. വി സെറ്റ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു കന്യാകുമാരി. സെറ്റ് ഓഫ് പോലെ തന്നെ സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഔട്ട് എന്ന് പറയുക. അപ്പോൾ ഞാൻ എക്സാമ്പിളും പറഞ്ഞു, ഇത്രയും വേർഡ്സ് പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, എക്സാം ടൈമിൽ നിങ്ങളെ കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്ന് രാത്രിയിൽ നാളെ രാവിലെ ഒക്കെ ഇരുന്ന് കേൾക്കുക. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ലിസൺ ടു ദിസ്. ഓക്കെ, താങ്ക് യു.